സെൻറ് തോമസ് കേരളത്തിൽ വന്നതായത് AD 52 കൊടുങ്ങല്ലൂരിൽ എത്തിയെന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ അറേബ്യയിൽ നിന്നിട്ട്, ഗൾഫ് ഏരിയയിൽ നിന്നിട്ട് ഏകദേശം ഒരു വർഷത്തിൽ 120ഓളം കപ്പലുകൾ കൊടുങ്ങല്ലൂരിൽ വന്നു പോകാറുണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ആവറേജ് 3 ദിവസത്തിലൊരിക്കലൊരു കപ്പൽ. അപ്പോൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന കപ്പൽ യാത്രക്കാരിലോ കച്ചവടക്കാരിൽ നിന്നിട്ടോ അറേബ്യയിലേക്ക് പോകുന്നത് അത് ഈജിപ്തിലും ഇസ്രായേൽ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ചരക്കുകൾ കൊണ്ടുപോകുന്ന കച്ചവടക്കാർ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരക്ക് കപ്പൽ അലക്സാണ്ട്രിയ എന്ന ലോകത്തിലെ സൂപ്പർ മാർക്കറ്റായിരുന്നു ഈജിപ്തിലെ അലക്സാണ്ട്രിയ. അവിടെ നിന്ന് ഈജിപ്തിൽ ആ കാലഘട്ടത്തിൽ 8 ലക്ഷത്തോളം ജൂതന്മാർ BC 3-ാം നൂറ്റാണ്ട് കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്, അത് റെക്കോർഡാണ്. അപ്പോൾ കച്ചവടക്കാരാണ് ഇങ്ങോട്ട് വന്നിരുന്നത്, കേരളത്തിലെത്തിയിരുന്നത്. ആ കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടി തന്നെയാണ് സെൻറ് തോമസ് ഇവിടെ വന്നതും ഇവിടുത്തെ ജൂതന്മാരെ, അതായത് സ്ഥിരവാസികളായിട്ടുള്ള ജൂതന്മാരെ അല്ലെങ്കിൽ ലോസ്റ്റ് ട്രൈബ് ജൂതന്മാർ സെൻറ് തോമസ് വന്ന് അന്വേഷിച്ചത്. കച്ചവടക്കാർ മുഖേന കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി പാലിയൂരിൽ അടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അന്ന് ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള തമിഴ് സംസാരിക്കുന്ന, സംസ്കൃതം അറിയാവുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന ആൾക്കാർ ആയിരുന്നു ജൂതന്മാർ. അപ്പോൾ ഇവരെ തിരിച്ചറിഞ്ഞത് ഈ ബ്രാഹ്മണർ അരാമ്യ ഭാഷ സംസാരിക്കുന്നവരാണ്. ഏറ്റവും അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളുടെ കൊങ്കണികൾ അവർ വീടുകളിൽ കൊങ്കണി ഭാഷയെ സംസാരിക്കുക, പുറത്ത് മലയാളവും അതേപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവർ വീടുകളിൽ കൊങ്കണിയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്. അതേപോലെ തന്നെ ജൂതന്മാർ അന്ന് അരാമ്യ ഭാഷയാണ് അവർ വീടുകളിൽ സംസാരിച്ചത്. അരാമ്യ ഭാഷ മാത്രം അറിയാമായിരുന്ന സെൻറ് തോമസ് ഈ ഭാഷയിൽ കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടാണ് ഈ ലോസ്റ്റ് ട്രൈബ് ജൂതന്മാർ, ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള ജൂതന്മാരോട് സുവിശേഷം പ്രഘോഷിച്ചത്. ആ പ്രഘോഷണത്തിൽ അവർക്ക് മനസ്സിലായി. അപ്പോൾ ബൈബിൾ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളിൽ പരാമർശിക്കുമ്പോഴും ഇവിടെ നമ്മൾ പാരമ്പര്യമായിട്ട് വായ്മൊഴി പ്രകാരമായിട്ട് സെൻറ് തോമസ് കേരളത്തിൽ ആദ്യമായിട്ട് പാലിയൂരിൽ ഈ ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള ലോസ്റ്റ് ട്രൈബ് ഇസ്രായേലികളോട് അരാമ്യ ഭാഷയിൽ സുവിശേഷം പ്രഘോഷിച്ചു. അവരിൽ കുറേ പേര് ക്രിസ്ത്യാനികളായി. ആ ക്രിസ്ത്യാനികളായിട്ടുള്ള കുടുംബക്കാർ നമ്മൾ നമ്മുടെ അറിയുന്നത് പോലെ തന്നെ ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കാളിയാങ്കൽ, പനക്കമറ്റം, കൊട്ടക്കാളി തുടങ്ങിയിട്ടുള്ള 32 ബ്രാഹ്മണ കുടുംബങ്ങളാണ് സെൻറ് തോമസിൽ നിന്നിട്ട് നേരിട്ട് സുവിശേഷം സ്വീകരിച്ച് അല്ലെങ്കിൽ മാമോദിസ മുങ്ങിയതെന്ന് പറയപ്പെടുന്നു. ആ വിശ്വാസം, ആ പാരമ്പര്യം 2000 കൊല്ലമായിട്ട് ഇപ്പോഴും തുടരുന്ന വായ്മൊഴി മുഴക്കത്തിൽ കൂടിയിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പകലോമറ്റം കുടുംബക്കാർ പറയുന്നു 2000 കൊല്ലമായിട്ട്. ഇപ്പം ഞാനൊക്കെ ശങ്കരപുരി കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മൾ കാർന്നന്മാരായിട്ട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു ബ്രേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2000 കൊല്ലം മുമ്പ് സെൻറ് തോമസ് ഇവിടെ വന്ന് ഈ ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള ലോസ്റ്റ് ട്രൈബ്
ഇസ്രായേലികളോട് പറഞ്ഞത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസായിട്ട് തലമുറയായിട്ട് കൈമാറ്റം ചെയ്തിട്ടാണ് വരുന്നത്. അതിനകത്ത് യാതൊരു വ്യാജപരമായിട്ടുള്ള കള്ളത്തരം ഒരിക്കലുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെൻറ്റ് തോമസ് ഇവിടെ വന്നു, സുവിശേഷം പറഞ്ഞു, കുറേ പേര് ക്രിസ്ത്യാനിയായി. ആ ക്രിസ്ത്യാനികളുടെ പിന്മുറക്കാർ ഇന്നും ഇവിടെ ജീവിക്കുന്നു. അവർ നസ്രാണികൾ എന്നറിയപ്പെടുന്നു. അതിനെ കുറേ പേര് വേറെ എന്തൊക്കെയോ ചരിത്രത്തിലുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സെൻറ്റ് തോമസ് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കുറേ കാലങ്ങളുണ്ട്. അത് ക്രൈസ്തവ വിരോധികൾ പറയുന്നതാണ്. അതിൽ ഗൂഢമായിട്ടുള്ള ചില ഉദ്ദേശമുള്ളവരുണ്ട്. ശുദ്ധാത്മാക്കളായിട്ടുള്ള ചരിത്രം അറിയാത്തതായിട്ടുള്ള പാവം ജനങ്ങളുമുണ്ട്. അവരെ കുറിച്ചിട്ട് മാത്രമാണ് നമുക്ക് ദുഃഖമുള്ളൂ. അപ്പോൾ അന്ന് സെൻറ്റ് തോമസ് വന്നു. പാലയൂരിലും കൊടുങ്ങല്ലൂരിലും പറവൂരിലും കൊക്കമംഗലത്തും നിരണത്തും കൊല്ലത്തും നിലയ്ക്കലും സുവിശേഷം പറഞ്ഞു. അവിടെയെല്ലാം തന്നെയും ക്രിസ്ത്യൻ കൂട്ടായ്മകൾ. ആ ക്രിസ്ത്യൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസം സ്വീകരിച്ചതായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സെൻറ്റ് തോമസ് സ്ഥാപിച്ചതായിട്ടുള്ള 7 അരപ്പള്ളികൾ, 7 പള്ളികൾ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ 7 അരമനപ്പള്ളികളാണ്, 7 രാജാപ്പള്ളികളാണ്, അല്ലെങ്കിൽ 7 അരശൻ പള്ളികളാണ്. ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണ്, ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് ഫറോന പള്ളികളാണ്, അല്ലാണ്ട് അരപ്പള്ളിയല്ല. അരമന എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ സെൻറ്റ് തോമസ് സഞ്ചരിച്ചു. അത് സ്ഥലം നമുക്കറിയാം, കൊടുങ്ങല്ലൂർ, പാലയൂർ. അപ്പോൾ കൊടുങ്ങല്ലൂർ അന്ന് ചേര രാജ്യത്തിൻ്റെ, അന്ന് നെടുഞ്ചേരലാതൻ എന്ന് പറയുന്ന ചേര ചക്രവർത്തിയാണ് ഈ ചേര സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ചേര രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചേര രാജാവാണ്. അന്ന് ചേര സാമ്രാജ്യം നമ്മൾ പറയുന്നതായിട്ടുള്ള രീതിയിൽ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള തമിഴ്നാടിലെ ഇപ്പോൾ കോയമ്പത്തൂർ, അതേപോലെ തന്നെ സത്യമംഗലം, പിന്നെ വയനാടടക്കം വരുന്നതായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായിട്ടുള്ള രാജ്യമായിരുന്നു ചേര രാജ്യം. മിക്കവാറും നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് മീനച്ചിൽ ആറിൻ്റെ വടക്കോട്ട്, അതല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് വടക്ക് ഭാഗത്തേക്കായിരുന്നു ചേര സാമ്രാജ്യത്തിൻ്റേതായിട്ടുള്ള അതിര്. അത് വയനാടും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ഈറോഡ്, സേലം ജില്ലകളൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പ്രദേശമായിരുന്നു. അവിടെയെല്ലാം തന്നെയും നമ്മൾ ഈ പ്രാചീന അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ജ്യൂസിൻ്റെ ആയിട്ടുള്ള അധിവാസത്തെ തെളിയിക്കുന്നതായിട്ടുള്ള കല്ലറകൾ നമുക്ക് കാണാം. അതായത് വയനാട്ടിൽ, നിലമ്പൂരിൽ, കോയമ്പത്തൂരിൽ, ഈറോഡിൽ, പിന്നെ ഉദുമൽപേട്ടയിൽ, ഈ പൊള്ളാച്ചിയിൽ, പിന്നെ അങ്ങനെ വരുന്നതായിട്ടുള്ള ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ, ഇപ്പോൾ മീനച്ചിലാറിൻ്റെ തീരപ്രദേശം മുതൽ നമ്മൾ വടക്കോട്ട് നോക്കുക, അവിടെയെല്ലാം തന്നെയും കല്ലറകൾ കാണാം. ഈ കല്ലറകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെയും ജൂത ഗ്രാമങ്ങൾ, ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സിൽ കൂടിയിട്ടാണ്, ജൂത കോളനികളിൽ കൂടിയിട്ടാണ് സെൻറ്റ് തോമസ് സഞ്ചരിച്ചത്. അങ്ങനെ പറയുമ്പോൾ വിശ്വാസപരമായിട്ട് ഓരോ ഭാഗങ്ങളിലും സെൻറ്റ് തോമസ് ചെന്ന് സുവിശേഷം പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് അവിടെ പേരുകൾ, പഴയകാലത്തെ പേരുകൾ, പറഞ്ഞു വരുന്നതായിട്ടുള്ള പേരുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരുകളുണ്ട് സെൻറ്റ് തോമസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പേരുകൾ. അതിൽ ഒരു ഉദാഹരണം, വയനാട്ടിൽ സെൻറ്റ് തോമസ് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വെറുതെ ഒരു മിത്താണ് അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിൻ്റെ തെളിവ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ചേര സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള പഴയ ഗണപതി വട്ടം, പഴയ മഹാഗണപതി വട്ടം, ആ പ്രദേശത്ത് ധാരാളം കച്ചവടക്കാർ, അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ വരായിരുന്നു. അപ്പോൾ വയനാട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്
ഇപ്പോൾ ഇവിടുത്തെ നമ്മളുടെ കുറുമർ സമുദായം ആണ്. കുറുമർ എന്ന് പറഞ്ഞാൽ കുറുപ്പുറയരാണ്. ഈ കുറുമ്പുറയർ ചേര സാമന്തന്മാരാണ്, ചേര ചേരന്മാർ നിയോഗിച്ചതായിട്ടുള്ള ചേര സാമന്തന്മാരായിരുന്നു ഇവിടുത്തെ കുറുമ്പുറയർ എന്ന് പറയുന്ന കുറുമർ. അവരിവിടെ 28 കോട്ടകൾ കെട്ടി ഈ നാട് സംരക്ഷിക്കുകയും നാട്ടിലെ നികുതി പിരിക്കുകയും നാട്ടിലെ വനസമ്പത്ത് ശേഖരിക്കുകയും അവർ കൊടുങ്ങല്ലൂരിൽ വരുന്നതായിട്ടുള്ള വിദേശ കപ്പലുകൾ, റോം ഗ്രീക്ക് കപ്പലുകൾക്ക് ചരക്കുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് AD 1-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നിട്ട് ഈ വയനാട്ടിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു യാത്രാപഥമുണ്ട്, വ്യാപാരപഥം, ഒരു വഴിത്താരയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒരു വരച്ചുണ്ടാക്കാവുന്ന, അതായത് കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, വടക്കാഞ്ചേരി, പഴയന്നൂർ, കോങ്ങാട്, നിലമ്പൂർ കഴിഞ്ഞ് നാടുകാണി ചുരം കയറി എരുമാട്, താളൂർ, സുൽത്താൻ ബത്തേരി, ഈ റൂട്ട് ഇപ്പോഴുണ്ട്. ഇത് പഴയ കാലത്തായിട്ടുള്ള വ്യാപാരപാതയാണ്. ആ വ്യാപാരപാത മാത്രമല്ല, ചേര രാജാവിൻ്റെതായിട്ടുള്ള നികുതി പിരിവുകാരും ഉദ്യോഗസ്ഥന്മാരും സൈന്യവും നിരന്തരമായിട്ട് വന്നു പോകുന്നതായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇങ്ങനെയുള്ള കച്ചവട സംഘത്തിൻ്റെ കൂട്ടത്തിൽ സൈന്യത്തിൻ്റെ പിൻബലത്തോടു സൈനികരും ഈ കച്ചവട സംഘങ്ങളെ അനുഗമിക്കാറുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ, നികുതി പിരിവുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ഒരു കച്ചവട സംഘത്തിൻ്റെ കൂട്ടത്തിലാണ് വയനാട്ടിൽ കുരുമുളക്, ചന്ദനവും മഞ്ഞളും അത് മറ്റു സുഗന്ധദ്രവ്യങ്ങളും ശേഖരിക്കുന്ന കച്ചവടക്കാരുടെ സങ്കേതം. ആ കച്ചവടക്കാർ ജൂതന്മാരായിരുന്നു എന്നുള്ളത് സെൻറ്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വയനാട്ടിൽ വന്നു, ബത്തേരിയിൽ വന്നു, ബത്തേരി ഈ ഭാഗങ്ങളിൽ കൂടി സഞ്ചരിച്ചു. അന്നേരം അദ്ദേഹം ഇവിടെ ഇന്നിപ്പോൾ ഈ മീനങ്ങാടി അല്ല കൃഷ്ണഗിരി വില്ലേജിലുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു ആനയുടെ, ഒരു ബൃഹത്തായിട്ടുള്ള ഒരു വലിയൊരു ആനയുടെ രീതിയിലുള്ള ഒരു പാറയുണ്ട്. അതിന് പണ്ടുകാലത്ത് മഹാഗണപതി എന്ന്, അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ, ഈ പാറയ്ക്ക് ചുറ്റുപാടുള്ള പ്രദേശത്ത് മഹാഗണപതി വട്ടം എന്നുള്ളതാണ് തമിഴ് ഭാഷയിൽ പറയുന്നത്. ഈ വലിയ പാറയിൽ ഗുഹകളിൽ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതും അവിടെ സെൻറ്റ് തോമസ് വന്ന് കുറച്ച് ദിവസങ്ങൾ ധ്യാനം ഇരുന്നു എന്നുള്ളതൊക്കെ ഒരു കേട്ടുകേൾവിയായിട്ടുള്ളതുകൊണ്ട് ആ കേട്ടുകേൾവിയുടെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഈ ആ പാറ, ഗണപതി പാറയ്ക്ക് അതിന് പേരിപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് പാതിരിപ്പാറ എന്നുള്ളതാണ്. ഒരു പാതിരി പണ്ടുകാലത്തൂടെ വരികയും ഈ പാറയുടെ പുറത്ത് അല്ലെങ്കിൽ പാറയുടെ സമീപത്ത് കുറച്ച് നാളുകൾ ധ്യാനിച്ചിരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഐതിഹ്യം അന്ന് ഇവിടുത്തെ നാട് ഭാഴികളായിരുന്നിട്ടുള്ള കുറുമരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു. ഇങ്ങനെ പണ്ട് കാലത്ത് ഒരു പാതിരി വേഷം അവർ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ള അച്ഛന്മാരുടെ അല്ലെങ്കിൽ പുരോഹിതരുടെ വേഷത്തിൽ നിന്നിട്ടാണ് ഈ പാതിരിയെക്കുറിച്ച് അറിയുന്നത്. ഇതേ വേഷധാരികളായിട്ടുള്ള ഒരു പാതിരി പണ്ടുകാലത്ത് ഇവിടെ വരികയും ഈ പാറയുടെ ചുറ്റുമായിട്ട് സഞ്ചരിക്കുകയും ഇവിടെ കുറച്ച് ദിവസങ്ങൾ തങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കേൾവിയിലാണ് ഈ പാറയ്ക്ക് പാതിരിപ്പാറ എന്നുള്ള പേര്. ഈ പാതിരിപ്പാറയുടെ ചുറ്റുമാണ് ഈ പാതിരിപ്പാറ നിൽക്കുന്നതായിട്ടുള്ള കുന്നിൻ്റെ പേര് പാതിരിക്കുന്നെന്നാണ്. ഈ പാറയുടെ ചോട്ടിൽ നിന്നിട്ട് ഒഴുകുന്ന തോടിൻ്റെ പേര് പാതിരി തോട് എന്നുള്ളതാണ്. ആ തോട് ചെന്ന് ചേരുന്നിടത്തുള്ള പാലമുണ്ട്, അതിൻ്റെ പേര് പാതിരിപ്പാലമെന്ന്. അപ്പോൾ പാതിരി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള കാര്യം ഇത് സെൻറ്റ് തോമസിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സെൻറ്റ് തോമസ് ഇവിടെ വന്നിരുന്നു എന്നുള്ള ഐതിഹ്യത്തിന് ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ന്യായീകരണവും നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. ഇതേപോലെയുള്ള സെൻറ്റ് തോമസ് ബത്തേരിയിൽ വന്നും ഈ പാതിരിപ്പാറ ഈ ഗണപതി വട്ട പ്രദേശങ്ങളിലുള്ള കല്ലറകൾ, നിരവധി കല്ലറകളാണ് ഉള്ളത്. നൂറ്റിക്കണക്കിന് കല്ലറകൾ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ കല്ലറകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അത്രമാത്രം കല്ലറകൾ ഇവിടെയുണ്ട്.
ഈ സെൻറ്റ് തോമസ് ഇവിടെ വന്ന വഴി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നതായിട്ടുള്ള വഴിയിലാണ്. അതിലാണ് നിലമ്പൂരിൽ പുഴയിൽ നിന്നിട്ടന്ന് സ്വർണം ശേഖരിക്കുന്നതായിട്ടുള്ള സ്വർണ്ണമണൽ അരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് സ്വർണം ശേഖരിക്കുന്നതായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരുന്നതായിട്ടുള്ള ജൂതന്മാരുടെ ഒരു സങ്കേതമായിരുന്നു നിലമ്പൂർ. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഭാഗത്ത്, നിലമ്പൂർ ഇന്നത്തെ തേക്കുംതോട്ടത്തിൽ, സർക്കാർ ഭാഗത്ത് തേക്കുംതോട്ടത്തിൽ നിരവധി കല്ലറകളുണ്ട്, വയനാട്ടിലെ പോലെ തന്നെയുള്ള കല്ലറകൾ. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ആ ജൂതന്മാരോട് സുവിശേഷം പറയുന്നതിന് കുറച്ച് നാളുകൾ അവിടെ സെൻറ്റ് തോമസ് തങ്ങിയിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പ്രദേശം സെൻറ്റ് തോമസ് സഞ്ചരിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ താമസിച്ചതായിട്ടുള്ള സുവിശേഷത്തിനായിട്ട് നാളുകൾ ജീവിച്ചതായിട്ടുള്ള പ്രദേശം ഇന്നും പാതിരിപ്പാടം എന്നുള്ള പേരിൽ നിലമ്പൂരിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പാതിരിപ്പാടത്തും അതായത് നിലമ്പൂരിലും സെൻറ്റ് തോമസ് വന്നിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അട്ടപ്പാടി ആനക്കട്ടിയിലുള്ള വലിയ കല്ലറത്തൂണ്, മെൻഹീർ, വലുതായിട്ടുള്ള കല്ലറത്തൂണുള്ളതായിട്ടുള്ള അവിടെ നിന്ന് ആനക്കട്ടിയിൽ നിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് ഭാഗത്തേക്ക് കടക്കാവുന്നതായിട്ടുള്ള പണ്ട് കാലത്ത് വഴിയുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നിട്ട് അതായത് മേട്ടുപ്പാളയം, കല്ലമ്പാളയത്ത് കല്ലറകളുണ്ട്. കല്ലമ്പാളയത്ത് നിന്ന് ഈ ആനക്കട്ടിയിലേക്ക് വരികയും ആനക്കട്ടിയിൽ നിന്നിട്ട് കോങ്ങാട് ഭാഗത്തേക്ക് കല്ലടിക്കോടം മല കടന്ന് ഈ ഭാഗത്ത് കോങ്ങാട് പ്രദേശത്തേക്ക് വരികയും ചെയ്തിരുന്ന ജൂതന്മാരുണ്ട്. അപ്പോൾ സെൻറ്റ് തോമസ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയും സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെയും പാലയൂരിലെയും സുവിശേഷ പ്രചരണം നടത്തി ക്രിസ്ത്യാനികളെ കണ്ടെത്തിയ കാലത്ത് ഈ ഭാഗത്ത് നമ്മൾ പറയാവുന്നതായിട്ടുള്ള ഭാരതപ്പുഴ തീരത്ത് ധാരാളം കല്ലറകൾ കാണുന്നുണ്ട്. അവിടെ ജൂതഗ്രാമങ്ങളുണ്ട്. പാലക്കാട് കുത്തന്നൂരിൽ, ആലത്തൂർ കുത്തന്നൂരിൽ 100 ചില്ലാനും കല്ലറകളുണ്ടെന്നുള്ളതാണ്. ആ 100 ചില്ലാനും കല്ലറകളുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ജൂയിഷ് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ സെൻറ്റ് തോമസ് സഞ്ചരിച്ചു. പിന്നെ ഈ ആലത്തൂരും കോയമ്പത്തൂരും, പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഉദുമൽപേട്ട, അതേപോലെ തന്നെ നമ്മൾ ഈറോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു യാത്രാപഥം, ഒരു വഴിത്തരയാണ്, വ്യാപാരപാതയാണ്. ആ ഭാഗങ്ങളിൽ കൂടെയെല്ലാം സെൻറ്റ് തോമസ് സഞ്ചരിച്ച് സുവിശേഷ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതിൽ ഇങ്ങനെ അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാവുന്നതായിട്ടുള്ള ഇപ്പോൾ പാലക്കാട് കുത്തന്നൂർ കാണുന്നു, നെന്മാറ, കൊല്ലങ്കോട്, നെല്ലിയാമ്പതി, അതേപോലെ തന്നെ നമ്മളുടെ പറമ്പിക്കുളം, കാന്തല്ലൂർ, മറയൂർ, ചിന്നക്കനാല്, പെരിയ കനാല്, പീരുമേട്, ഇടുക്കിയിലുള്ള നിരവധി കല്ലറകളുള്ള ഉടുമ്പൻചോല, അതേപോലെ തന്നെയുള്ള പ്രദേശങ്ങൾ, പാമ്പാടുംപാറ പോലെയുള്ളതും, അവസാനം നിലയ്ക്കൽ, റാന്നി, കോന്നി, ആ ഭാഗങ്ങൾ കൂടിയിട്ട് പോകുന്നതായിട്ടുള്ള കല്ലറകളുണ്ട് എന്നുള്ളതാണ്. അത് മലയോരമാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ കല്ലറകളുടെ ഒരു വഴിത്താര തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ കല്ലറകളുടെ വഴിത്താര വടക്കേ ഇന്ത്യയിൽ നിന്നിട്ട് കാശ്മീർ മുതൽ തുടങ്ങുന്നതായിട്ടുള്ള കല്ലറകളുടെ വഴിത്താര ഒരു മാപ്പ് നമ്മൾ വരച്ചുണ്ടാക്കിയാൽ കൃത്യമായിട്ടും കാശ്മീർ, ഉത്തർപ്രദേശ്, ആ ഉത്തർപ്രദേശിൽ വളരെ കൃത്യതയുള്ളതായ കല്ലറകൾ കാണാം. അവിടെ നിന്നിട്ട് മിർസാപൂരിലെ കല്ലറകൾ, റാഞ്ചിയിലെ കല്ലറകൾ, ബസ്താറിലെ കല്ലറകൾ, നാഗപ്പൂരിലെ കല്ലറകൾ, അഡിലാബാദിലെ കല്ലറകൾ, ഹൈദരാബാദിലെ, മെഹബൂബ് നഗറിലെ, പിന്നെ കർണാടകത്തിലെ അവസാനം കൊടകിലെ, വയനാട്ടിൽ നിന്ന് തെക്കോട്ട് പോകുന്നതായിട്ടുള്ള ദക്ഷിണ മഹാപഥത്തിലുള്ള കല്ലറകൾ. ആ കല്ലറകളിലെല്ലാം തന്നെ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റിൽ ഒരു ഭാഗമാണ് പാലയൂരും കൊടുങ്ങല്ലൂരും. കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയിട്ടുള്ള അദ്ദേഹം പറവൂരിൽ ചെന്നു. പറവൂരിനെ കുറിച്ചിട്ട് അറിയാമല്ലോ, പറവൂർ ഭാഗങ്ങളിൽ. പിന്നെ മീനച്ചിലാറിൻ്റെ തുറമുഖ നഗരമായിട്ടുള്ള
കൊക്കമംഗലം. മീനച്ചിലാറിൻ്റെ തീരത്ത്, അതിപ്പോൾ കോട്ടയം തിരുനക്കര മൈതാനിയിൽ തന്നെ ഒരു കല്ലറത്തൂണ് കൃത്യമായിട്ടും ഒരു മെൻഹിർ നഗരമധ്യത്തിൽ ഇന്നിപ്പോൾ കല്ല് വലയത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് പിന്നെ ഒരു ഹൈന്ദവ സങ്കല്പത്തിലായിട്ടാണ് ഇപ്പം അത് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ തന്നെയും അവ ഒരു മെൻഹിറാണ്. കാരണം ഇതേപോലത്തെ ആയിട്ടുള്ള കല്ലറത്തൂണുകൾ കോട്ടയം ഭാഗത്ത് മീനച്ചിലാറിൻ്റെ തീരത്ത് കാണാവുന്നതാണ്. ഒരു 3 നല്ല വ്യക്തമായിട്ട് കാണാവുന്നതായിട്ടുള്ള കല്ലറത്തൂണ് ഇവിടെയുണ്ട്. അതിരമ്പുഴയിൽ ഇന്ന് വേദവ്യാസഗിരി എന്ന് പറയപ്പെടുന്ന അതിരമ്പുഴയിലെ കല്ലറത്തൂണുള്ളതായിട്ടുള്ള ഒരു അതിരമ്പുഴയിൽ വേദവ്യാസഗിരിയിൽ കല്ലറ തൂണുകളുണ്ട്. അതേപോലെ തന്നെ തേവരേത്തുമല, ഏത്താണ് ദേവരുടേതായിട്ടുള്ള അധിവാസമുള്ള സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അതാണ് നമ്മുടെ കുറവിലങ്ങാട് കുര്യത്ത്, അതേപോലെ തന്നെ കുറുമണ്ണിൽ, കടനാട്, മറ്റത്തിപ്പാറ, കുറിഞ്ഞി, ഈ ഭാഗങ്ങളെല്ലാം ഉള്ള കല്ലറകൾ. ആ ഭാഗങ്ങളെല്ലാം സെൻറ്റ് തോമസ് സഞ്ചരിച്ചു എന്നാണ്. അതിൻ്റെ വേറൊരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയപ്പെടുന്നതായിട്ട് സ്ഥലം ചേർപ്പങ്കൽ പള്ളിയുണ്ട്. ഈ ചേർപ്പങ്കൽ പള്ളി മീനച്ചിലാറിൻ്റെ തീരത്താണ്. അത് ഒരു ഇതിഹാസം പറയപ്പെടുന്നതായിട്ടുള്ള വായ്മൊഴി എന്താണെന്ന് പറഞ്ഞാൽ, സെൻറ്റ് തോമസ് മീനച്ചിലാറിൽ കൂടിയിട്ട് കൊക്കമംഗലത്ത് നിന്ന് ഈ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ജൂതന്മാരോട് സുവിശേഷം പറയുന്നതിനായിട്ട് വന്നപ്പോൾ കുറേ നേരം വഞ്ചിയിലിട്ടാണ് വന്നത്. ചേർപ്പങ്കൽ വന്ന് ഇരുന്നു, കുറേ നേരം അവിടെ താമസിന്നു. എന്നിട്ട് ഉദ്ദേശിച്ചതായിട്ടുള്ള വഞ്ചി കിട്ടാത്തത് കൊണ്ട് അവിടെ ഇരുന്ന് ഇദ്ദേഹം പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി വടക്കോട്ട്, അല്ല കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ഈരാറ്റുപേട്ടയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അവിടെ വെച്ച് മറന്നുപോയി എന്നുള്ളതാണ്. ചെരുപ്പ് വെച്ച കല്ല്, ചെരുപ്പുങ്കൽ എന്നുള്ള സ്ഥലനാമം, അതാണ് ചെറുപ്പങ്കലായിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. അത് സെൻറ്റ് തോമസിൻ്റെ ചെരുപ്പ് വെച്ച സ്ഥലം എന്നുള്ള നിലയിലാണ് തോമസിൻ്റെ പേരിലുള്ള പള്ളിയുള്ളത്. അങ്ങനെ മീനച്ചിലാറിൻ്റെ തീരത്ത് കൂടിയിട്ട്, മീനച്ചിലാറിൽ കൂടിയിട്ട് പാലായും കഴിഞ്ഞ് അദ്ദേഹം ഈരാറ്റുപേട്ട എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അരുവിത്തുറയിലെത്തി. അരുവിത്തുറ എന്ന് പറയുന്നത് തമിഴാണ്. അരുവികളുടെ കാരണം തുറമുഖമായിരുന്നു, അവിടെ വ്യാപാര കേന്ദ്രമായിരുന്നു. പിന്നെ ആ സ്ഥലം ഇന്ന് പിന്നീട് പേട്ട എന്നറിയപ്പെടുന്നുണ്ട്. ഈരാറ്റുപേട്ട എന്ന് 2 ആറുകൾ കൂടി ചേർന്നതായിട്ടുള്ള പട്ടണം. പേട്ട എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയും ഈ ജൈനന്മാരുടെ പട്ടണങ്ങളാണ്. പേട്ട ജൈനന്മാരുടെയും പള്ളികൾ ബുദ്ധന്മാരുടേതുമായിട്ടാണ്. താമരപ്പള്ളി എന്നോ അല്ലെങ്കിൽ മറ്റു പള്ളികളിൽ നിന്നിട്ടോ, ഈവൻ പുൽപ്പള്ളി എന്ന് പറയാവുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ പള്ളികളെല്ലാം തന്നെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളാണെങ്കിൽ പേട്ടകളെല്ലാം തന്നെയും ജൈന കേന്ദ്രങ്ങളാണ്. അങ്ങനെ ഈരാറ്റുപേട്ട, ഈ ജൈനന്മാർ ജൈനമതം സ്വീകരിച്ചവരുണ്ട്. അങ്ങനെ ജൂതന്മാർ ആയിട്ടുള്ള ജെയിൻസ്, ജൂയിഷ് കൺവെർട്ടഡ് ജെയിൻസ് ഈ ഈരാറ്റുപേട്ടയിൽ വന്നു. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയപ്പെടുന്ന മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളിൽ ഈ ധാരാളമായിട്ടുള്ള കല്ലറകൾ കാണുന്നു. വലിയ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഈ ജൂത കച്ചവടക്കാർ, അതായത് ജെയിൻ കച്ചവടക്കാർ വന്നു ജൂതന്മാരോടുണ്ട്, അവരോട് സുവിശേഷം പറയാനാണ് സെൻറ്റ് തോമസ് ഈരാറ്റുപേട്ടയിൽ എന്ന് പറയപ്പെടുന്ന അരുവിത്തുറയിലെത്തിയത്. അദ്ദേഹം അവിടെ തങ്ങുകയും സുവിശേഷം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അരുവിത്തുറ പള്ളി അരപ്പള്ളിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. മലയാറ്റൂർ പോലെ തന്നെ അരപ്പള്ളിയാണ്. തിരുവാങ്കോട് പള്ളി അരപ്പള്ളിയാണെന്ന് പറയുന്നത് പോലെ തന്നെ അരുവിത്തുറ പള്ളി സെൻറ്റ് തോമസിൻ്റെ പാദസ്പർശം നേരിട്ട് പവിത്രമായിട്ടുള്ള ഒരു മണ്ണാണ് ഈ പറയുന്നതായിട്ടുള്ള അരുവിത്തുറ. അവിടെയും സെൻറ്റ് തോമസ് ചെന്നിരുന്നു എന്നുള്ളത് ഐതിഹ്യം. കാരണം ഈ കുടുംബങ്ങളെല്ലാം തന്നെ അവർ പിന്മുറക്കാർ ജീവിക്കുകയും അവരിങ്ങനെ പെരുന്നാളുകളും ആഘോഷങ്ങളും തുടർന്ന് വന്ന കാലത്ത് അതിനോട് കഥകൾ പറയുകയും അതിങ്ങനെ തലമുറയായിട്ട് പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അതിപ്പോഴും കേൾക്കുന്നുണ്ട്. അതിന് ചരിത്രത്തിൻ്റെ തെളിവെന്താണ്? ചേർപ്പങ്കലിൽ സെൻറ്റ് തോമസ് വന്നിരുന്നു എന്നുള്ള തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെളിവുകൾ പറയാൻ പറ്റില്ല. പാതിരിപ്പാറയുടെ പരിസരത്ത് സെൻറ്റ് തോമസ് വന്നു എന്നുള്ളതിന് റെക്കോർഡുണ്ടോ, ഫോട്ടോയുണ്ടോ?
അതിൻ്റെ എവിഡൻസ് എന്താ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ള ഇതാണ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ. അതിൽ ഈ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വാമൊഴിക്ക് ചരിത്രത്തിൻ്റെതായിട്ടുള്ള അംശമുണ്ട്. അതിൽ പിന്നെ വലിയ മാത്രം അതിശയോക്തികളും അത്ഭുതങ്ങളും ചേർത്തുകൊണ്ട് വാമൊഴികൾ വരുമ്പോഴാണ് അത് മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അതിനകത്ത് ചരിത്രത്തിൻ്റെ ഒരു അംശം പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ള വിശ്വസിക്കാനുള്ള ന്യായമുണ്ട്. സെൻറ് തോമസ് അവിടെ നിന്നിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് വാഗമൺ കൂടിയിട്ട് ഇടുക്കി പ്രദേശങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അത് വലിയൊരു ഏരിയയാണ്. ഇടുക്കി എന്ന് പറയുന്നത് വാസ്തവത്തിൽ സഹ്യപർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇടുക്കി സഹ്യപർവ്വതം എന്ന് നമ്മൾ പറയുന്നത് പാലക്കാട് തുറസ് മുതൽ അഗസ്ത്യകൂടം വരെ വരുന്നതായിട്ടുള്ള ആനമലയുടെ ഭാഗമാണ്. ആനമല താഴ്വരയാണ് നമ്മൾ ഈ പറഞ്ഞ മറയൂർ, കാന്തല്ലൂർ, ചിന്നക്കനാൽ, പെരിയ കനാൽ, മൂന്നാർ, ദേവികുളം, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറമ്പിക്കുളം. അപ്പോൾ പാലക്കാട് നിന്ന് തുടങ്ങി ഇവിടെ തെക്ക് അഗസ്ത്യകൂടം വരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ഈ മലയാണ് നമ്മൾ സഖ്യൻ എന്ന് വിളിക്കുന്നത്. സഖ്യൻ എന്നുള്ളൊരു വാക്ക് വാസ്തവത്തിൽ സംസ്കൃതമല്ല. ഈ സഖ്യൻ എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത് സെഹിയോൻ എന്നുള്ള വാക്കിൽ നിന്നിട്ടാണ്. സെഹിയോൻ എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ഒരു താമസം, മാളിക എന്നുള്ളതാണ്. സെഹിയോൻ മാളികയിലാണ് കർത്താവ് യേശുക്രിസ്തു അത്താഴം ഒരുക്കിയത് എന്നുള്ളത് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സെഹിയോൻ മാളിക, അപ്പോൾ സെഹിയോൻ പോലെ ഉയർന്നതായിട്ടുള്ള ഒരു വാസകേന്ദ്രം, അതാണ് ആനമലൈ. ആനമലയ്ക്ക് തമിഴ് ഭാഷയിലും അല്ലെങ്കിൽ മറ്റുള്ള ആ ഹിന്ദു ജനവിഭാഗത്തിൽ അത് ദേവൻ്റെ ആസ്ഥാനമാണ്. ആ ദേവൻ്റെ താഴെയാണ് ദേവിയുടെ കുളമുള്ളത്. അതുകൊണ്ടാണ് ദേവികുളവും ആനമലയെല്ലാം തന്നെ ഹിന്ദു പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ഈ ആനമലൈ അവിടെയുള്ള ഈ ആയിരക്കണക്കിന് കല്ലറകൾ ഇടുക്കി ഭാഗത്ത്, അതായത് പറമ്പിക്കുളം മുതൽ അല്ലെങ്കിൽ നെല്ലിയാമ്പതി മുതൽ അഗസ്ത്യകൂടം വരെ കാണപ്പെടുന്നതായിട്ടുള്ള, നിലയ്ക്കൽ, റാന്നി, കോന്നി ഉൾപ്പെടുന്നതായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ കാണുന്നതായിട്ടുള്ള ആയിരക്കണക്കിന് കല്ലറകൾ ജൂതന്മാരുടേതായിട്ടുള്ള വാസത്തിൻ്റെ തെളിവാണ്. നമ്മൾ ഈ കല്ലറകളെ ബേസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്ലറകൾ മറ്റൊരു സമൂഹത്തിൻ്റെതുമല്ല, ജൂതന്മാരുടെ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ ചരിത്രകാരന്മാർ വളരെ കാലങ്ങളായിട്ട് ഈ കല്ലറകളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പറയാറുണ്ട്. അതിന് മെഗാലിത്തിക് കൾച്ചർ എന്നുള്ളത് ഇംഗ്ലീഷ് പറയും, മഹാശില സംസ്കാരം. പക്ഷേ ഈ മഹാശില സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ ആര് എന്നുള്ളത് ഒരു പേരിൽ കൂടിയിട്ട് ആരും പറയുന്നില്ല. അത് നമ്മൾ പറയുന്നതായിട്ടുള്ള ജൂതന്മാരെന്നുള്ളതാണ്.